IRDAയുടെ ലൈഫ് ഇൻഷുറൻസ് ഏജൻസിയുടെ ടെസ്റ്റിൻ്റെ സിലബസ് വെച്ചിട്ടുള്ളൊരു ബേസിക്സാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ കൂട്ടുകുടുംബം, ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ള കൂട്ടുകുടുംബത്തിന് പല പ്രത്യേകതകളുണ്ട്. അവിടെ വരുമാനമുള്ള പല കുടുംബങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഉള്ള ഒത്തുചേരലും ഒക്കെ മാനസികവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ പരസ്പരം കൊടുക്കാനായിട്ട് ഇങ്ങനൊരു സെറ്റപ്പിന് കഴിയുന്നുണ്ട്. ഇവിടെ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഒരാൾക്ക് ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു സർജറിയോ ഉണ്ടായി. അപ്പോൾ അവർക്ക് ഒരുപാട് തരം ചിലവുകളുണ്ടാകുന്നു. ക്യാഷിൻ്റേതായിട്ടുള്ളതും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കുറേശ്ശെ പൈസ ഇടുന്നു. അതൊരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ഗുണമാണത്. കുറച്ച് പൈസ ഇട്ടാൽ തന്നെ അതൊരു വലിയ എമൗണ്ടായിട്ട് മാറി അവരുടെ ആവശ്യം നടക്കുന്നു. ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഒരു ഗ്രാമം നോക്കാം നമുക്ക്. അവിടെ എന്തൊക്കെ റിസ്ക് സംഭവിക്കാം? അവിടെ പ്രകൃതിയിൽ നിന്നുള്ള എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാം, അതുമല്ലെങ്കിൽ ഒരു മോഷണം, ഒരു കള്ളൻ, ഒന്നോ രണ്ടോ ഒരു സംഘങ്ങൾ, അതുപോലെ തീവ്രവാദം, പിന്നെ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ളതോ സ്ട്രൈക്കുകൾ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജീവഹാനിയൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും ഒരു ഗ്രാമമായതുകൊണ്ട് പരസ്പരം സഹകരിച്ച് കുറച്ച് ആൾക്കാർക്ക് റിസ്ക് ഉണ്ടാകുമ്പോൾ അനേകം ആൾക്കാർ പങ്കിടുന്നു. അതാണ് ഇൻഷുറൻസിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ഒരു സെൻറ്റൻസ് ഓർത്തിരിക്കുക. കുറച്ച് ആൾക്കാരുടെ റിസ്ക്കും നഷ്ടവും ഒക്കെ ഒരുപാട് പേർ പങ്കിടുന്നു. അതിനെ പൂളിംഗ് ആൻഡ് ഷെയറിംഗ് എന്ന് പറയും. പൂളിംഗ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേശ്ശെ പൈസ ഇട്ടൊരു വലിയ എമൗണ്ട് ഉണ്ടാക്കി വെച്ചാൽ അത്യാവശ്യം വരുന്നവർക്ക് അതിനകത്തുനിന്ന് വലിയ എമൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ സാമ്പത്തിക നഷ്ടവും ദുഃഖവും അനേകം ആൾക്കാർ പങ്കിടുന്നു. അപ്രതീക്ഷിതവും അപ്രിയവുമായ സംഭവങ്ങൾ നമ്മുടെ കയ്യിലെ പണം തികയാതെ വരും. അങ്ങനത്തെ സംഭവങ്ങളെ നേരിടാനായിട്ട് പ്രതീക്ഷിക്കുന്നവർ നമ്മെ സഹായിക്കണമെന്നില്ല. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതും അത്ര ശരിയല്ല. ദുഃഖത്തിനും സാമ്പത്തിക നഷ്ടത്തിനും കാരണമായി തീരുന്നു. പിന്നുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കുക, ലോൺ എടുക്കാൻ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ അതും പ്രശ്നം. പിന്നെ ഉള്ള സ്വർണ്ണം എടുത്ത് പണയം വെക്കുക അല്ലെങ്കിൽ വിൽക്കുക. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ കരുതി വച്ചിരുന്ന FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ പലതിനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ കരുതി വച്ചിരിക്കുന്ന ക്യാഷ് ഇങ്ങനെയുള്ള കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള നമ്മുടെ ലൈഫിലെ റിസ്കിന് കാരണമാകുന്ന പെരിൽസ്, അതാണ് മൂലകാരണം എന്ന് പറയുന്നത്. അതുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടാകുന്നു. ആ നഷ്ടം നികത്താൻ നമുക്കൊരു സൊല്യൂഷനുണ്ട്. ആ പണം തന്ന്, വലിയ തുക തന്ന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഇൻഷുറൻസ് കമ്പനി അഥവാ ഇൻഷുറർ. ഈ വാക്കുകൾ ഓർത്തിരിക്കുക. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി. ആ വലിയ സഹായം ലഭിക്കാൻ നമ്മൾ ചെറിയ തുക കമ്പനിയിൽ അടയ്ക്കണം. ആ അടവിനാണ് എല്ലാ വർഷമോ അല്ലെങ്കിൽ ഒരിക്കലോ ഉള്ള അടവുകളോ, അങ്ങനെ പല ടൈപ്പ് പോളിസികളുണ്ട്. അപ്പോൾ അതിനുള്ള അടവിൻ്റെ പേരാണ് പ്രീമിയം. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ സാമ്പത്തിക നഷ്ടം അനേകം ആൾക്കാർ ഇടനിലക്കാരനായ ഇൻഷുററിലൂടെ പങ്കിടുന്നു, ഇൻഷുറൻസ് കമ്പനിയിലൂടെ. അപ്പോൾ ഇത് നോക്കാം. എന്തൊക്കെ റിസ്കുകൾ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു, നമുക്കതിന് എന്തൊക്കെ സൊല്യൂഷനുണ്ട്. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് സർജറികളും അതുപോലെ മെഡിസിൻസിൻ്റെയൊക്കെ ആവശ്യം വരുന്നു. അത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ സംരക്ഷിക്കും. കുറച്ച് പൈസയാണ് നമ്മൾ ഇൻഷുറൻസിലേക്ക് അടയ്ക്കുന്നത്, പക്ഷേ അത്യാവശ്യം വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് കൂടുതൽ ക്യാഷ് തരുന്നു. അതുപോലെ വെഹിക്കിൾ ഇൻഷുറൻസ്, അത് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മോഷണം, തെഫ്റ്റ്, ഇതിനെയൊക്കെ നമുക്ക് പരിരക്ഷ നൽകുന്നു. അങ്ങനെയൊക്കെ പോയാലും നമുക്ക് അതേപോലെ തന്നെ പഴയ പോലെ തന്നെ അത് വീണ്ടെടുക്കാനായിട്ട് വെഹിക്കിൾ ഇൻഷുറൻസ് സഹായിക്കും. ലൈഫ് ഇൻഷുറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരണം ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന ആഘാതം, ആ വരുമാനമുള്ള ആൾ മരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ വരുമാനം നിന്നു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിൽ
കുടുംബത്തിന് വളരെ പെട്ടെന്ന് അവർ ദരിദ്രരായി പോകാതിരിക്കാൻ വേണ്ടി വലിയൊരു തുക, അല്ലെങ്കിൽ എല്ലാ വർഷവും കിട്ടുന്ന തുക ആ എടുക്കുന്ന പോളിസിയുടെ ഗുണം പോലെ കിട്ടുന്നു കുടുംബത്തിന്. പിന്നെ ആക്സിഡൻറ്റിൽ മൂലമുള്ള ഡിസബിലിറ്റി, വയസ്സാവുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതിനുവേണ്ടി പെൻഷൻ, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അത് വേറെ രീതികളാണ്. പിന്നെ ഹോം ഇൻഷുറൻസ്, അവിടെ ഇതേപോലെ തീപിടുത്തമോ മോഷണമോ അതുപോലെ വെള്ളപ്പൊക്കം, ഫ്ലഡ്. പിന്നെ റെൻറ്റേഴ്സ് ഇൻഷുറൻസിലും ഇതേപോലെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവർക്കും ഇൻഷുറൻസ് എടുക്കാം. ട്രാവൽ ഇൻഷുറൻസിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ട്രിപ്പ് പോകുന്ന ക്യാൻസൽ ചെയ്യുന്നു, അപ്പോൾ ടിക്കറ്റ് ഫെയറും അതുപോലെ ബുക്ക് ചെയ്തിരുന്ന ഫെയറുകളും ഒക്കെ നമുക്ക് ട്രാവൽ ഇൻഷുറൻസിൽ നിന്ന് തിരിച്ച് കിട്ടുന്നു, നഷ്ടം ഉണ്ടാവുന്നില്ല. അതുപോലെ പെറ്റ് ഇൻഷുറൻസ്, അതായത് നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നു. അങ്ങനെ ഇതിപ്പോൾ ഒരു ഇംഗ്ലീഷ് രാജ്യത്തുള്ള തുകയാണ്. $3000 ബില്ല്, ആകെ 100 കണക്കിനുള്ള പ്രീമിയം അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.25 ലക്ഷം രൂപ വരുന്ന സർജറി, പെറ്റിന് വരുന്ന സർജറി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 25,000 രൂപയോ ഒക്കെ അടയ്ക്കുമ്പോൾ എല്ലാ വർഷവും അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വലിയ തുക നിന്ന് നമ്മൾ ഒഴിവായി കിട്ടും. പിന്നെ ഫ്ലഡ് ഇൻഷുറൻസ്, 5 ഇഞ്ച് വെള്ളം വീട്ടിൽ കയറിയാൽ തന്നെ 7 ലക്ഷം രൂപയോളം ചിലവ് വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെതിരെയും ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഈ ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അതിനെ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയും. ഈ മെഡിക്ലെയിമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ജനറൽ ഇൻഷുറൻസിലാണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഒരെണ്ണം, അത് കഴിഞ്ഞാൽ ജനറൽ ഇൻഷുറൻസ്, പിന്നെ മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട് റീ ഇൻഷുറൻസ്. അങ്ങനെ 3 ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് എപ്പോൾ തൊട്ട് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3000 BC തൊട്ടേ ഇങ്ങനത്തെയുള്ള സഹകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയൊരു രീതികളാണ് ഈ ഇൻഷുറൻസിൻ്റെ. ബാബിലോണിയൻ കച്ചവടക്കാരൻ എന്താ ചെയ്തിരുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ ബോട്ടംറി ലോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോണുകളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കപ്പൽ ഈടാക്കി വെച്ച് സെക്യൂരിറ്റി വെച്ചുകൊണ്ടുള്ള ലോൺ എടുക്കുമ്പോൾ ഒരു അധിക തുകയും കൂടെ കൊടുത്തൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. അതായത് ഈ ചരക്ക്, കപ്പലിൽ കൊണ്ടുപോകുന്ന ചരക്ക് നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്താൽ അവർക്ക് ആ ലോൺ തിരിച്ചടയ്ക്കേണ്ടതില്ല. നോ നീഡ് ടു റീപേ ദ ലോൺ. അവർ പോയി ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് തിരിച്ച് വന്നാൽ മാത്രം ഈ ലോൺ അടച്ചാൽ മതിയാവും, അല്ലെങ്കിൽ ലോൺ എഴുതി തള്ളുന്നതാണ്. അപ്പോൾ ഇത് ഒരു തുക അടച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഗുജറാത്തിലെ ബാരൂച്ച് എന്ന് പറയുന്ന ഏൻഷ്യൻറ്റ് പോർട്ടിലെയും കച്ചവടക്കാർ ഇതേപോലെ തന്നെയാണ് അവരുടെ ട്രേഡിങ് നടത്തിയിട്ടുള്ളത്. അതുപോലെ സൂററ്റ് ഗുജറാത്തിൽ 1690 ഉള്ള കച്ചവടക്കാരും ഇങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഗ്രീസിലെ ഗ്രീക്കുകാർ, അവർക്ക് ബെനവലൻറ്റ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളുണ്ടായിരുന്നു. എന്തെന്നാൽ ആ ഒരു പ്രദേശത്തുള്ള ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂണറൽസ്, അതായത് ഇത് അടക്കുന്ന കർമ്മങ്ങളെല്ലാം അവർ സഹകരണത്തോടു കൂടി ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചിലവ് ഒരു കുടുംബത്തിന് മാത്രം ഉണ്ടാവുന്നില്ല. ഇതേപോലെ തന്നെ സൗഹൃദ കൂട്ടായ്മകൾ ഇംഗ്ലണ്ടിലും ഉണ്ടായിരുന്നു, ഫ്രണ്ട്ലി സൊസൈറ്റീസ്. അവരും ഈ ഫ്യൂണറൽസ് നടത്തിയിട്ടുള്ളത് ഇതുപോലെയാണ്. റോഡ്സിലെ നിവാസികൾ, ഇൻഹാബിറ്റൻസ് ഓഫ് റോഡ്സ്, അതും ഗ്രീസിലാണ്. അവർക്ക് വേറൊരു ടെക്നിക്കായിരുന്നു ചരക്ക് ഉപേക്ഷിക്കൽ, ജെറ്റിസണിങ് ഡ്യൂറിങ് ഡിസ്ട്രസ്. അതായത് ഇവർ കടലിൽ കൂടെ ഉള്ള യാത്ര പോകുമ്പോൾ വളരെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഈ ചരക്ക് കപ്പൽ ചരിയാനും മറിയാനുമുള്ള സാധ്യത വരുന്നു. അപ്പോൾ അതിലിരിക്കുന്ന കുറേ കാർഗോ അല്ലെങ്കിൽ ചരക്കുകൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കടലിലോട്ട് മറിച്ചിട്ടാൽ മാത്രമേ ആ ഒരു കപ്പലിന് വീണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പല നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പല ഓണേഴ്സ് കാണും ഈ ചരക്കിൻ്റെ. അപ്പോൾ നഷ്ടം വരാത്ത ഓണേഴ്സ് പോലും ഇതിൻ്റെ ഷെയർ ഇടേണ്ടതായിട്ടുണ്ടായിരുന്നു അന്നത്തെ നിയമം അനുസരിച്ച്, 1%. അതുപോലെ ചൈനീസ് കച്ചവടക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കപ്പലുകളിലാക്കിയാണ് അവരുടെ ചരക്കുകൾ അയച്ചിരുന്നത്. അതായത് 1-2 കപ്പൽ മറിഞ്ഞാൽ പോലും ബാക്കിയുള്ള കപ്പലുകളെല്ലാം സേഫായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് എല്ലാം കൂടെ നഷ്ടം വരുന്നില്ല, കുറച്ചേ നഷ്ടം വരുന്നുള്ളൂ. അങ്ങനെ നഷ്ടം കുറയ്ക്കാനും അവർ
ശ്രമിച്ചിട്ടുണ്ട്. മോഡേൺ ഇൻഷുറൻസിൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, കൂട്ടുകുടുംബത്തിൽ നിന്ന്. ഇതിപ്പോൾ ജയറാമിൻ്റെ കഥാനായകൻ എന്ന് പറയുന്ന ഫിലിമിലെയാണ് ഈ സീൻ. ഇത് പെട്ടെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ലോയിഡ്സ് കോഫി ഹൗസ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ 19-ാം നൂറ്റാണ്ടിലുള്ള ഒരു സമ്മേളനമൊക്കെയാണത്. കച്ചവടക്കാരൊക്കെയാണ് ഇവിടെ വന്നു ചേർന്ന് ഓരോ പദ്ധതികളൊക്കെ ചെയ്തിട്ടുള്ളത്. ആധുനിക വാണിജ്യ ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ തുടക്കം ഇവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർക്കും പ്രശ്നം ഇതായിരുന്നു. ചരക്കുകൾ കടലിലെ പ്രതികൂല കാലാവസ്ഥയിൽ ഷിപ്പ് മറിഞ്ഞു പോകാനും ചരക്ക് മൊത്തത്തിൽ നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ടാകുന്നു. അതുപോലെ തന്നെ പൈറേറ്റ്സ്, കടൽ കൊള്ളക്കാർ ഇവരെ ആക്രമിച്ച് ചരക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന് സാധ്യതകളുണ്ട്. അപ്പോൾ മറൈൻ ഇൻഷുറൻസ് കമ്പനി ആദ്യമായി തുടങ്ങിയത് ലോയിഡ്സിലാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ആധുനിക വാണിജ്യ ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ തുടക്കവും ആദ്യത്തെ മറൈൻ ഇൻഷുറൻസ് കമ്പനിയും ലോയിഡ്സ് കോഫി ഹൗസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇത് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഇനി അടുത്തതാണ് അമിക്കബിൾ സൊസൈറ്റി ഫോർ എ പെർപെച്വൽ അഷുറൻസ് ഓഫീസ്. അതാണ് ലോകത്തിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അമിക്കബിൾ സൊസൈറ്റി ഫോർ എ പെർപെച്വൽ അഷുറൻസ് ഓഫീസ്. അത് 1706 ലണ്ടനിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ അഷുറൻസ് എന്ന് പറയുന്നൊരു വാക്ക് കണ്ടോ, ഇത് ഉറപ്പായി നടക്കുന്നൊരു കാര്യത്തിനാണ് അഷുറൻസ് എന്ന് പറയുന്നൊരു പദപ്രയോഗം ഉപയോഗിച്ച്. അത് മരണം എന്ന് പറയുന്നൊരു കാര്യം ഉറപ്പായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അഷുറൻസ് എന്ന് പറയുന്ന വാക്ക്. മറ്റേത് ഇൻഷുറൻസ് നടക്കാൻ സാധ്യതയുള്ളത്, കപ്പൽ മുങ്ങാം, വണ്ടികൾ കൂട്ടി ഇടിക്കാം, എന്നാൽ ഇടിക്കുമെന്ന് ഉറപ്പില്ല. അപ്പോൾ പല തരത്തിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഓരോരോ പൂളിലാണ് നമ്മൾ പൈസ ഇടുന്നത്. ഓരോ ഇൻഷുറൻസ് കമ്പനി അതിനെ കൈകാര്യം ചെയ്യും. 1800-കളിലൊക്കെയാണ് ആദ്യമായിട്ട് ഫോറിൻ ഇൻഷുറേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ പല പല രാജ്യങ്ങളിൽ നിന്ന് പല പല ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങി. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിയായിരുന്നു അത് തുടങ്ങിയത്. പിന്നെ ട്രൈറ്റൺ ഇൻഷുറൻസ് കമ്പനി, അതാണ് ഫസ്റ്റ് നോൺ ലൈഫ് ഇൻഷുറർ, അതായത് ജനറൽ, മറ്റുള്ളവ ലൈഫ് അല്ലാത്തവ ആയിട്ടുള്ള ഇൻഷുറൻസ് ട്രൈറ്റോൺ. പിന്നെ ബോംബെ മ്യൂച്വൽ അഷുറൻസ് ആണ് ആദ്യത്തെ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനിയാണ് ബോംബെ എന്നുള്ള പേര് വെച്ച് തന്നെ നമുക്കത് ഓർക്കാം. പിന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നതാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി. അത് 1806 ബോംബെ മ്യൂച്വൽ അഷുറൻസ് സൊസൈറ്റി 1870 പിന്നെ 1912 ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ, അതുപോലെ പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട്. ഇത് ലൈഫ് ഇൻഷുറൻസിൻ്റെ പലതരം കമ്പനികൾ വന്നപ്പോൾ അതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ആക്ട് ആയിരുന്നു. പിന്നെ ഇൻഷുറൻസ് ആക്ട് 1938 വന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇൻഷുറൻസ് ആക്ടിൻ്റെ വർഷം ചോദിക്കാറുണ്ട് അങ്ങനെ. പിന്നെ നാഷണലൈസേഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ്. സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും ഈ വിദേശ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ജനങ്ങളെയൊക്കെ ഒരുപാട് കൊള്ളയടിക്കുകയും ഒരുപാട് പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എതിരായിട്ട് നമ്മളൊരു ഇത് ചെയ്ത് LIC എന്ന് പറയുന്ന സ്ഥാപനം 1956 സെപ്റ്റംബർ 1 170 കമ്പനികളെ ചേർത്ത് 75 പ്രോവിഡൻറ്റ് ഫണ്ട് സൊസൈറ്റികളെയും ചേർത്ത് 5 കോടി രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ LIC ആണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായിട്ട് നിൽക്കുന്നത്. ഇന്ത്യയുടെ സമ്പത്തിൻ്റെ നെടുന്തൂണെന്ന് വേണമെങ്കിൽ പറയാം. 1956 തുടങ്ങി, അങ്ങനെ 1999 വരെ വേറെ ഒരു ലൈഫ് ഇൻഷുററും ഇന്ത്യയിലില്ലായിരുന്നു. പിന്നീടാണ് ഗ്ലോബലൈസേഷനൊക്കെ വന്ന് വീണ്ടും പ്രൈവറ്റ് ഇൻഷുറേഴ്സിനെയൊക്കെ നമ്മൾ ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. നാഷണലൈസേഷൻ ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ്, അതായത് ജനറൽ. LIC ആണ് നാഷണലൈസേഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ്. നോൺ ലൈഫ് ഇൻഷുറൻസ് നടന്നത് 1972 ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് എന്ന് പറയുന്നത്, ജിബ്ന എന്ന് പറയുന്ന അത് വന്നത്. അതിനകത്ത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനും 4 സബ്സിഡിയറീസുമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 106 ഇൻഷുറേഴ്സ് ആയിരുന്നു നോൺ ലൈഫ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ.
അതെല്ലാം കൂടെ ഒരുമിപ്പിച്ചാണ് 4 സബ്സിഡിയറീസ് ഉണ്ടാക്കിയത്. പിന്നെ 93 മൽഹോത്ര കമ്മിറ്റി. അപ്പോൾ ഇൻഷുറൻസിൻ്റെ അപ്പോഴും അങ്ങോട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഒരു നിയന്ത്രണം ഇല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. ലൈഫ് ഉണ്ട്, നോൺ ലൈഫ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി മൽഹോത്ര കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അടുത്ത വർഷം 94 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 97 ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോഡി നിയന്ത്രിക്കാനുള്ളൊരു ബോഡി ഉണ്ടാക്കി 99 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം പാസ്സാക്കി 2000 IRDA എന്ന് പറയുന്ന ഇന്നത്തെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടാവുകയും ഏപ്രിൽ 2000 ഉണ്ടാവുകയും അത് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡി ലൈഫിന്, നോൺ ലൈഫിന്, ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ട് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി ഉടമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും എല്ലാവർക്കും ന്യായമായിട്ടുള്ള ക്ലെയിമൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ രൂപീകരിച്ചത്. 2014 അതിൻ്റെ പേര് ഒന്ന് മോഡിഫൈ ചെയ്ത് IRDAI എന്നാക്കി. അപ്പോൾ ഇതിനകത്ത് മൽഹോത്ര കമ്മിറ്റി ഒക്കെ ഒന്ന് ഓർത്തിരുന്നത് നല്ലത്. IRDAയുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം മൽഹോത്ര കമ്മിറ്റി. പിന്നെ റെഗുലേറ്റേഴ്സ് പലതരമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ബാങ്കിൻ്റെ റെഗുലേറ്ററായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI. അതായത് നിയന്ത്രിക്കുന്ന ബാങ്കുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഉള്ള സ്ഥാപനമാണ് RBI. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് SEBI. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിൻ്റെ എക്സ്പാൻഷൻ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. പിന്നെ NABARD എന്ന് പറഞ്ഞാൽ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെയാണ്. ട്രായ് എന്ന് പറയാറിഞ്ഞ് അത് കൂടുതൽ കേട്ടിട്ടുള്ളതാണ്, ടെലികമ്മ്യൂണിക്കേഷൻ്റെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട്. പെൻഷൻ്റെ ഇതാണ് PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്കിപ്പോൾ നിലവിൽ 24 ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC എന്ന് പറയുന്നത് മാത്രമാണ് പബ്ലിക് സെക്ടർ കമ്പനി, ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനി. മറ്റുള്ള 23 ലൈഫ് ഇൻഷുറൻസ് കമ്പനീസും പ്രൈവറ്റ് സെക്ടറിലാണ്. അതുപോലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും ഗവൺമെൻറ്റിൻ്റെയാണ്. പക്ഷേ അത് IRDAയുടെ റെഗുലേഷന് വരാത്തതാണ്. അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ട് 31 ജൂലൈയിലുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ LIC ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടറിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം, ബാക്കിയെല്ലാം 23 പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഷെയർ എത്ര ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. LIC ആണ് 71% നിൽക്കുന്നത്. പോളിസി എടുത്തവരും ഷെയറും എല്ലാം കൂടെ അത്രയും, ബാക്കി എല്ലാവരും കൂടെയാണ് ഇതൊക്കെ വീതിക്കുന്നത്. ബാക്കി 29%. ഇൻഷുറൻസ് പ്രവർത്തനത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സാമ്പത്തിക മൂല്യമുള്ളൊരു വസ്തുവിന് പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാം. അത് കാലപ്പഴക്കം കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടാവാം. അപ്പോൾ ഇത് പലതരത്തിലുണ്ട്. ഫിസിക്കൽ, ഭൗതികം; നോൺ ഫിസിക്കൽ, ഭൗതികം അല്ലാത്തത്; പേഴ്സണൽ, വ്യക്തിഗതം. അപ്പോൾ കാറോ കെട്ടിടമോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭൗതികം. അതുപോലെ പേരും പ്രതാപവും എന്നൊക്കെ പറയുന്നത് ഭൗതികം അല്ലാത്തത്, കാണാൻ പറ്റാത്തത്, തൊടാൻ പറ്റാത്തത്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം, കണ്ണ്, കൈകാലുകൾ. റിസ്ക് എന്ന് പറഞ്ഞാൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് റിസ്ക്. നഷ്ടത്തിന് കാരണമാകുന്ന സംഭവമാണ് പെറിൽ. ഇതൊക്കെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. അപ്പോൾ ഈ വാക്കുകളൊന്ന് ഓർത്തിരിക്കാം. റിസ്ക് എന്ന് പറഞ്ഞാൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, അതിൻ്റെ കാരണമാണ് പെറിൽ. അപ്പോൾ ഇതുപോലെ ഒരു സ്ഥാപനം, ഇൻഷുറർ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി, അവിടെ ഒരു ലീഗൽ കോൺട്രാക്റ്റിൽ, ഇൻഷുറൻസ് കോൺട്രാക്റ്റിലാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി ചേരുന്നത്. അപ്പോൾ അവർ ആ ചേർന്ന കഴിഞ്ഞ ആളിനെയാണ് പോളിസി ഹോൾഡർ എന്നോ ഇൻഷുർഡ് എന്നോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയും, ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ഹോൾഡറുമാണ്. അവർ തമ്മിൽ ഉള്ള ബന്ധമാണ് ഒരു നിയമപരമായിട്ടുള്ള കോൺട്രാക്റ്റിലാണ്. അപ്പോൾ ഇദ്ദേഹം പൈസ അടച്ചുകൊണ്ടിരുന്നാൽ ഈ കമ്പനി സംരക്ഷണം നൽകും, ഒരത്യാവശ്യം വരുമ്പോൾ വലിയ തുക നൽകും. അപ്പോൾ ഈ ഇൻഷുററിൽ ഒരുപാട് പേര് പൈസ കുറേശ്ശെ ഇടുന്നുണ്ട്. ഇവരെല്ലാം ഇൻഷുർഡാണ്, ലീഗൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു.
അങ്ങനെ പൂളിംഗ് ഓഫ് റിസ്ക് നടക്കുന്നു. എല്ലാവരും കുറേശ്ശെ പൈസ ഇടുമ്പോൾ വലിയൊരു ഫണ്ടായി മാറുന്നു. ഇത് പല സോഷ്യലായിട്ടുള്ളതും അതുപോലെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ടൊക്കെ ഉള്ള ക്യാഷ് ആയിട്ട് LIC വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. പഞ്ചവത്സര പദ്ധതികളിലൊക്കെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്യാഷ് മൊത്തത്തിലെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, LICക്ക് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അവിടെ നിന്നും കിട്ടുന്ന ലാഭവും എല്ലാം കൂടെയാണ് വലിയൊരു തുകയായിട്ട് നല്ലൊരു കാര്യത്തിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ, അതായത് ഇൻഷുറർ, പലതരം റിസ്ക് പൂളുകളുണ്ട്. എന്തൊക്കെ ടൈപ്പ് റിസ്ക് പൂളുകളുണ്ടെന്ന് നോക്കാം. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഷുറൻസിൻ്റെ ആൾക്കാർക്കും മോട്ടറിൻ്റെ റിസ്ക് പൂളുകളാണ്. അപ്പോൾ അവിടെയാണ് ഒരേ തരത്തിലുള്ള റിസ്ക് ഷെയർ ചെയ്യുന്നവരാണ് ഇവിടെ പൈസ ഇടുന്നത്. പ്രോപ്പർട്ടി, സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് എല്ലാവരും കൂടെ ഇവിടെ, ലൈഫുമായിട്ടുള്ളവരെല്ലാം കൂടെ. അപ്പോൾ എല്ലാവരും സിമിലാരിറ്റി ഉണ്ട്. റിസ്ക് പൂളുകൾ സെയിം ആയിട്ടുള്ളവരാണ് ഓരോരോ സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി എന്താ നോക്കാം. ഇൻഷുറൻസ് ബാധ്യതകൾ കുറയ്ക്കും. അതായത് റിസ്കിന് കുറേ ബാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങളായതുകൊണ്ട് അതിന് ബേർഡൻ ഓഫ് റിസ്ക്, ബാധ്യതകൾ എന്തൊക്കെയാണ്? കോസ്റ്റ്, ചെലവ്, ലോസസ്, നഷ്ടം, ഡിസബിലിറ്റീസ്, വൈകല്യം, ഇതെല്ലാം റിസ്കിൻ്റെ ബാധ്യതകളാണ് അല്ലെങ്കിൽ ബേർഡനാണ്. ഇതിനെയെല്ലാം കുറയ്ക്കുന്ന സാധനമാണ് ഇൻഷുറൻസ്. അപ്പോൾ ഒരാൾക്ക് ചുമക്കേണ്ടി വരുന്ന റിസ്ക് ബാധ്യതകൾ എന്തെല്ലാം? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഡയറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതും അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ളതും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ഒരാൾക്ക്, അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ചിലവ് നമുക്ക് ബില്ലിൽ തന്നെ മനസ്സിലാവും. ആ തുക ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായി, ഇതും അതുപോലെ തന്നെ പ്രൈമറി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻഡ് മെഷറബിൾ, അത് മനസ്സിലാവുന്നതുമാണ്, അത് അളക്കാൻ കഴിയുന്നതുമാണ്. പിന്നെ ഇൻ്റർ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ലീഡ് ടു പ്രോഫിറ്റ്, ലോസ് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഓൾസോ ക്യാൻ ബി എസ്റ്റിമേറ്റഡ്. അപ്പോൾ പ്രോഫിറ്റ് കുറയുന്നതും എല്ലാം നമുക്ക് അളന്നെടുക്കാൻ പറ്റും. ഈസിലി കോമ്പൻസേറ്റഡ് ബൈ ഇൻഷുറൻസ് വഴി അതിനെ നികത്താവുന്നതേ ഉള്ളൂ, പേടിക്കേണ്ട കാര്യമില്ല. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവാത്തൊരാളിനും കുറേ പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ കോസ്ഡ് ബൈ ഫിയർ ആൻഡ് ആങ്സൈറ്റി. ആ ആളിന് എന്തുകൊണ്ടാണ്? അയാൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, അയാൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുമില്ല, എന്നാലും ഫിയർ ആൻഡ് ആങ്സൈറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം നടക്കുമോ എന്നുള്ള ടെൻഷൻ. ഇത് എന്ത് ചെയ്യും? ഒരാളിൻ്റെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതത്തിനെ ബാധിക്കും. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാവും, ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി. വെൻ വൺ ഈസ് അൺസർട്ടൻ അബൌട്ട് വെദർ എ ലോസ് വുഡ് ഒക്കർ ഓർ നോട്ട്, ഇങ്ങനൊരു നഷ്ടം ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയാത്തപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? കുറേ പൈസ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. സെറ്റ് അസൈഡ് എ റിസർവ് ഫണ്ട് ടു മീറ്റ് സച്ച് ആൻ ഇവൻച്വാലിറ്റി. അങ്ങനൊരു കാര്യം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പൈസ കരുതേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആകെപ്പാടെ പ്രശ്നത്തിലായിപ്പോൾ. അപ്പോൾ ഈ ഫണ്ട്സ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലും ആയിരിക്കണം. കാരണം പെട്ടെന്നെടുത്ത് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു ഇതും കിട്ടത്തില്ല, റിട്ടേൺസും വരത്തില്ല, ചെറിയ ഇൻട്രസ്റ്റോ എന്തെങ്കിലുമേ വരത്തുള്ളൂ. അതിനുള്ളൊരു ഉപാധിയാണ് ട്രാൻസ്ഫർ ദ റിസ്ക് ടു ആൻ ഇൻഷുറർ. ഇൻഷുറർക്ക് ഈ റിസ്ക് കൈമാറുക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ റിസ്ക് നമ്മളായിട്ട് ഫേസ് ചെയ്യേണ്ട റിസ്ക് ഇൻഷുറർക്ക് കൈമാറി. ഇനി നമുക്ക് എന്താ ഗുണമെന്ന് നോക്കാം. എൻജോയ് പീസ് ഓഫ് മൈൻഡ്, സമാധാനമായിട്ടിരിക്കാം. എന്ത് വന്നാലും ഇൻഷുറർ നോക്കിക്കോളും. ഞാൻ കാരണം ഇൻഷുററിന് പൈസ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഫാക്ടറിക്ക് തീപിടുത്തം ഉണ്ടായാലോ ഹാർട്ട് സർജറി വന്നാലോ എല്ലാം ഇൻഷുററുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടും. ഞാൻ ചെറിയൊരു എമൗണ്ട് അങ്ങോട്ട് അടച്ച് ഞാൻ ഇൻഷുർഡ് ആണ്. ഇൻവെസ്റ്റ് ഫണ്ട്സ് വിച്ച് ആർ സെറ്റ് അസൈഡ് ആസ് റിസർവ് ഫോർ റിസ്ക് ഹാൻഡ്ലിംഗ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഫണ്ട് ഉണ്ടല്ലോ, ആ ഫണ്ട് എടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് കരുതേണ്ട കാര്യമില്ല. കുറച്ച് റിട്ടേൺസ് മാത്രം തരുന്ന ആ ഫണ്ടിനെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലതായിട്ട് ബിസിനസ് നടത്താം. പ്ലാൻ ബിസിനസ് മോർ എഫക്റ്റീവ്ലി. കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമുക്ക് ടെൻഷൻ, അങ്ങനത്തെ കുറേ ടെൻഷനൊക്കെ മാറിക്കിട്ടി വളരെ നല്ലൊരു പുരോഗമനം ഉണ്ടാവാൻ പറ്റും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം.
It is precisely for these reasons that insurance is needed. ഇതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ. ഇതിലേതാണ് സെക്കൻഡറി ബർഡൻ ഓഫ് റിസ്ക്? ബിസിനസ് ഇൻട്രപ്ഷൻ കോസ്റ്റ് അത് പ്രൈമറിയാണ്, കാരണം അത് നമുക്ക് അളക്കാൻ പറ്റും. ഗുഡ്സ് ഡാമേജ്ഡ് കോസ്റ്റ് അതും പ്രൈമറിയാണ്, അളക്കാൻ പറ്റും. സെറ്റ് അസൈഡ് റിസർവ്സ് ആസ് എ പ്രൊവിഷൻ ഫോർ മീറ്റിംഗ് പൊട്ടൻഷ്യൽ ലോസസ് ഇൻ ദ ഫ്യൂച്ചർ. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫണ്ട് മാറ്റി വെക്കുക. ആ മാറ്റി വെക്കുന്നതാണ് സെക്കൻഡറി. കാരണം അത് വെച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളിന് അതിനകത്ത് നിന്ന് എടുക്കേണ്ടി വരും, എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് സെക്കൻഡറി ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നാലാമത്തെ കൂടെ നോക്കാം. ഹോസ്പിറ്റലൈസേഷൻ കോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് അറ്റാക്ക്. അതും കൃത്യമായിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ചികിത്സാ ചെലവുകൾ നമുക്ക് അളക്കാവുന്നതേ ഉള്ളൂ. അതും ഡയറക്റ്റ് തന്നെ. അപ്പം സി ആണ് ശരിയായ ഉത്തരം. ഡയറക്റ്റ് അല്ലാത്തത് സെക്കൻഡറി ആയിട്ടുള്ള റിസ്ക് ബാധ്യത ഇതാണ്. ഇനി റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. റിസ്ക് അവോയ്ഡൻസ്. റിസ്കിനെ നമ്മൾ ഒഴിവാക്കുക. അതൊരു ശരിയായ രീതിയല്ല. അതായത് ഇപ്പോൾ എനിക്ക് പുറത്ത് പോകാതിരിക്കുക, വീടിൻ്റെ പുറത്ത് ഇറങ്ങാതിരിക്കുക, എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ പനി പിടിക്കും മഴയത്ത് പോകാതിരുന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ എനിക്കിന്ന് ജോലിക്ക് പോകണ്ടെന്ന് വെക്കുക. അപ്പോൾ ആ മഴയത്ത് പോകാതിരുന്നു കഴിഞ്ഞാൽ അന്നത്തെ ജോലി പോയി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളതിന് തടസ്സങ്ങളുണ്ടാവുകയാണ്. അപ്പോൾ സോഷ്യലായിട്ടുള്ളയും ഇൻഡിവിജ്വലായിട്ടുള്ളയും മുൻപോട്ടുള്ള പോക്കിന് അതൊക്കെ ഒരു തടസ്സമായിട്ട് മാറും. റിസ്ക് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ റിസ്കിനെ അങ്ങനെ തന്നെ വെക്കുക. അതായത് സെൽഫ് ഇൻഷുറൻസ്, ഞാൻ തന്നെ എൻ്റെ ഇത് വരുന്നത് ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുക. അതൊരു വലിയ റിസ്ക് ഇല്ലാത്ത സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് റിസ്ക് റിട്ടൻഷൻ. റിസ്കിൻ്റെ ഒരു തോത് കുറവാണെങ്കിൽ. റിസ്ക് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ. റിസ്കിൻ്റെ നാശനഷ്ടം തടയുക, ലോസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ചാൻസ് ഓഫ് ഒക്കറൻസ്, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തടയുന്നതിനാണ് ലോസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്, നാശനഷ്ടം തടയുക. അതുപോലെ റെഡ്യൂസ് ദ ഡിഗ്രി ഓഫ് ലോസ്, ആ ഒരു നഷ്ടത്തിൻ്റെ തോത് കുറയ്ക്കുന്നതിനാണ് ലോസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രിവെൻഷനും റിഡക്ഷനും, തടയലും കുറയ്ക്കലും. അപ്പം അതിനൊക്കെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇപ്പം ഒരു ഫാക്ടറി ജോലി ചെയ്യുന്നവർക്കൊക്കെ ഫയർ ഡ്രിൽസ് കൊടുക്കുക, കുട്ടികളോട് ഈ പുറത്തെ ഫുഡ്, ജങ്ക് ഫുഡൊക്കെ കഴിക്കരുതെന്ന് പറയുക. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഭാവിയിൽ വരാവുന്ന ഒരു ഇതിൻ്റെ ശക്തി കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ്, നമ്മുടെ വീട്ടിന് നല്ല ലോക്ക് സേഫൊക്കെ വെക്കുക. അതുപോലെ അസുഖം വരുന്ന സ്ഥലത്ത് മലേറിയയുടെ മെഡിസിൻ സ്പ്രേ ചെയ്യുക ആ സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് റിസ്ക് കുറയ്ക്കുന്ന ഒരു ഇതാണ്. പിന്നെ ചേഞ്ചസ് ഇൻ ഹസാഡസ് ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക. ദിവസവും രാവിലെ എണീറ്റ് യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചൂടുവെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ അതും ഒരു കൺട്രോളിലായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ സെപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ ഓരോരോ കുറേ വസ്തുക്കൾ സ്റ്റോർ ചെയ്യാനുണ്ട്. അത് പല സ്ഥലത്തായിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പ്രോബ്ലം ഉണ്ടായാലും ബാക്കിയുള്ളതൊക്കെ സേഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് പല രീതിയിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാം. പിന്നെ റിസ്ക് ഫൈനാൻസിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ സെൽഫ് ഫൈനാൻസിങ് ഉണ്ട്, റിസ്ക് ട്രാൻസ്ഫർ ഉണ്ട്. സെൽഫ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുക കണക്കാക്കി എല്ലാ വർഷവും ഇച്ചിരിയൊക്കെ നഷ്ടങ്ങളുണ്ടാകും, അതിനെ നികത്താൻ പറ്റുന്നതുള്ളെന്നുള്ള രീതിയിൽ റിസ്ക് സെൽഫ് ഫൈനാൻസിങ് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇൻഷുറൻസ്. അങ്ങനെ റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്ന പലതരം റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സിൽ ഒന്നാണ്. അത് പലപ്പോഴും വളരെ നല്ലൊരു സൊല്യൂഷനുമാണ് റിസ്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ള ഇൻഷുറൻസ്. ഇൻഷുറൻസും അഷുറൻസും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അഷുറൻസ് എന്ന് പറയുന്നൊരു വാക്ക്, അതായത് ഉറപ്പായി സംഭവിക്കുന്നതിന് സംരക്ഷണം നൽകുന്നതാണ് അഷുറൻസ്. ഉദാഹരണം മരണം. അപ്പോൾ അഷുറൻസ് പോളിസികളിൽ ലൈഫ് പരിരക്ഷയുണ്ട്. അത് ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് സമയം മാത്രമേ നമുക്ക് അറിയാതെ ഉള്ളൂ, പക്ഷേ മരണം എന്നുള്ളൊരു കാര്യം സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള റിസ്കിനെതിരെയാണ് ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്നത്. അപ്പോൾ ഉദാഹരണം, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്ത ഒരു പോളിസി ഹോൾഡറായിട്ടുള്ള ഇൻഷുവേർഡ്, അദ്ദേഹത്തിന് കാർ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഒരു റിസ്ക് സംഭവിച്ചു, പെറിലാണ് സംഭവിച്ചത്, റിസ്ക് അങ്ങനെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ക്ലെയിം ചെയ്തു.
ഇൻഷുറർക്ക്, അതായത് കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം ചെയ്തു. ഇൻഷുറൻസ് കമ്പനി ഒരാളെ അയച്ചിട്ട് നഷ്ടത്തിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട് എടുത്ത് ആ കാറ് പഴയ പോലെ ആക്കി കൊടുക്കുന്നു. നഷ്ടം നികത്തി. ഇൻഡെംനിഫൈസ് ദ ലോസ്, ഇൻഡെംനിഫൈഡ് ദ ലോസ്, അതായത് മേക്ക് ഗുഡ് ദ ലോസ്. ആ നഷ്ടം മാത്രം നികത്തുക. അതിൽ കൂടുതലും കൊടുക്കത്തില്ല, അതിൽ കുറവും കൊടുക്കത്തില്ല. കറക്റ്റ് നേരത്തെ കാർ എങ്ങനെ ഇരുന്നോ അതുപോലെ വീണ്ടും ആക്കി കൊടുക്കാൻ എത്ര ചിലവ് വരും അത് മാത്രം. അതാണ് ഇൻഷുറൻസിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ. മേക്ക് ഗുഡ് ദ ലോസ് അല്ലെങ്കിൽ ഇൻഡെംനിഫൈ ദ ലോസ്. ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ പറയാം. 400 വീടുകളുണ്ട്, ഓരോന്നിനും 20,000 രൂപ വിലയുണ്ട്. ഒരു 4 വീടുകൾ വെച്ച് എല്ലാ വർഷവും കത്തി നശിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയുടെ ഓരോ വീട് വെച്ച് 20,000 ഗുണം 4 80,000 രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 400 വീടുകളിലുള്ള ആൾക്കാർ എത്ര രൂപ വെച്ച് ഇട്ടാലാണ് ഈ നഷ്ടം നികത്താനാവുന്നത്? ടു മേക്ക് ഗുഡ് ദ ലോസ്, ടു ഇൻഡെംനിഫൈ ദ ലോസ്. അപ്പോൾ അതിന് കണക്കാക്കാനായിട്ട് എളുപ്പമാണ്. മൊത്തം നഷ്ടം 80,000 രൂപയാണ്. 80,000 രൂപ 400 പേര് വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാവും നോക്കുക. ഒരാൾക്ക് 200 രൂപ. അപ്പം 400 പേര് 200 രൂപ വെച്ചിട്ടാൽ ടോട്ടൽ 80,000 രൂപയായി. ഇത് ഒരു ഇൻഷുറൻസിൻ്റെ ഒരു രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരിയുള്ള ഉത്തരം 200 ആണ്. താങ്ക് യു. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് വീഡിയോ കാണാം. അതിനകത്ത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ടായിട്ടാണ്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടില്ല. കാരണം ഒരുവിധമൊക്കെ ബേസിക്സ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.